Hi Cadets, Jain, welcome back to my channel. Cadets, നിങ്ങളും 2026 ഇന്ത്യൻ നേവിയുടെ യൂണിഫോം അണിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. 2026 ഇന്ത്യൻ നേവിയിൽ സെലക്ഷൻ കിട്ടാൻ വേണ്ടി എന്തൊക്കെ സെലക്ഷൻ പ്രോസസ് നിങ്ങൾ ക്രോസ് ചെയ്യണം എന്നതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടായിരിക്കും എല്ലാം ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫോം ഫില്ലിംഗ് ആൾറെഡി ക്ലോസ് ആയിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ കേരളത്തിൽ നിന്നും ഒത്തിരി ആൺകുട്ടികളും പെൺകുട്ടികളും ഈ തവണ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ MR അതേപോലെ തന്നെ SSRൻ്റെ ഫോം ഫില്ലിംഗ് എത്രയാണ് കഴിഞ്ഞിരിക്കുന്നത് എന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതേ സെയിം ചാനൽ തന്നെ കയറി കാണാവുന്നതാണ്. അതേപോലെ 2026 നേവി SSR MR റിലേറ്റഡ് എല്ലാ അപ്ഡേറ്റഡ് വീഡിയോസും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ചാനൽ ഫോളോ ചെയ്താൽ മാത്രം മതി, കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇതുവരെയുള്ള എല്ലാ അപ്ഡേറ്റ്സും ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളും 2026 നേവിയുടെ അപ്ഡേറ്റ് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ലൈക്ക് ചെയ്തതിനു ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക, റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് യൂണിഫോം കിട്ടുന്നിടം വരെ ഫോളോ ചെയ്ത് നോക്കൂ. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കറക്റ്റായിട്ടെല്ലാം അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, ഇനി നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ്. 2026 എത്ര ഇൻടേക്കിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ടാണ്. 2025 കാര്യം പറയുകയാണെങ്കിൽ ഒരൊറ്റ നോട്ടിഫിക്കേഷൻ വന്ന് 3 ഇൻടേക്കിലേക്ക് നമുക്ക് ഒരൊറ്റ എക്സാം എഴുതിയാൽ മതിയായിരുന്നു. പക്ഷേ ഈ തവണ 2026 അപ്ഡേറ്റ് പറഞ്ഞാൽ ഒരൊറ്റ എക്സാമാണ്, പക്ഷേ 2 ഇൻടേക്കിലേക്ക് നിങ്ങൾക്ക് ചാൻസ് ലഭിക്കുന്നതായിരിക്കും. അതായത് കുട്ടികളെ 2 ഇൻടേക്കിലേക്ക് നിങ്ങൾക്ക് സ്റ്റേജ് 2 എഴുതാൻ പറ്റുന്നതായിരിക്കും ഒരു ഒറ്റ എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്താൽ. അപ്പോൾ നല്ലപോലെ പഠിക്കുക. വേക്കൻസി 8000+ ആണ് വന്നിരിക്കുന്നത്. ചാൻസ് മിസ്സാക്കരുത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. എല്ലാവരും അപ്ലൈ ചെയ്ത് കാണും. ഫോം ഫില്ലിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ആർക്കും ഫോം ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ക്ലിയർ? SSRൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു, MR വന്നു, മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെയും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്തതാണ്. ഇനി നിങ്ങളറിയേണ്ട ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്. നോക്കൂ കുട്ടികളെ, ഏജ് ലിമിറ്റ് നിങ്ങൾക്കറിയാമല്ലോ. ഈ ക്രൈറ്റീരിയ എന്തായാലും ക്രോസ് ആയിട്ടുണ്ട്. ഈ ഏജിനുള്ളിൽ വന്ന എല്ലാ കുട്ടികളും എന്തായാലും ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി അറിയേണ്ട ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്. എക്സാം എന്തായാലും വരാൻ പോവുകയാണ്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് ഫോം ഫില്ലിങ്ങും കഴിഞ്ഞ് എക്സാം എപ്പോൾ സ്റ്റാർട്ടാകും? ഇപ്പോൾ +2 കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിയ കുട്ടികൾക്കുള്ള ഡൗട്ടാണ്. എക്സാം എപ്പോൾ സ്റ്റാർട്ടാകും? ഫോം എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. നോട്ടിഫിക്കേഷനകത്ത് പറയുന്നത് ജൂൺ ആണ്, മെയ് ആണ്, ഏപ്രിൽ ആണ്, മെയ് ആണ്, ഏത് മാസമാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നോക്കൂ കുട്ടികളെ, വളരെ ക്ലിയർ ആയിട്ട് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സ്റ്റേജ് 1ൻ്റെ ഇന്ത്യൻ നേവി എൻട്രൻസ് ടെസ്റ്റ് അഥവാ റിട്ടേൺ എക്സാം നടക്കാൻ പോകുന്നത് മെയ് 2026 മെയ് 2026 എന്ന് പറഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ എക്സാം വരാൻ പോകുന്നത് മെയ് 2nd വീക്കോടായിരിക്കും. മെയ് 16നും 24നും ഇടയിൽ എന്തായാലും നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. അതിൻ്റെ 10 ഡേയ്സ് മുന്നേ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും വരുന്നതായിരിക്കും. ക്ലിയർ ആയാലും കുട്ടികളെ? അഡ്മിറ്റ് കാർഡല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം ഡേറ്റും ബാക്കി അപ്ഡേറ്റ്സ് എല്ലാം അറിയാൻ പറ്റുന്നതായിരിക്കും. എക്സാം ഡേറ്റിൻ്റെ 2 to 3 ഡേയ്സ് മുന്നേ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എക്സാം ഡേറ്റ് മനസ്സിലായിട്ടുണ്ട്. വളരെ ക്ലിയർ ആയിട്ട് മെയ് 3rd വീക്ക്. ഇനി നോക്കൂ കുട്ടികളെ, ഇനി നിങ്ങൾ എക്സാം പാസ്സായാലും നിങ്ങളുടെ സ്റ്റേജ് 2 വരാൻ പോകുന്നത് സെപ്റ്റംബറിലാണ്. നിങ്ങൾ ട്രെയിനിങ്ങിന് പോകാൻ പോകുന്നത് 2026 ഡിസംബറിലാണ്. ഇവിടെ 2026 ഡിസംബർ കാണുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കും. +2 അങ്ങോട്ട് പഠിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. 2026 തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു യൂണിഫോം നിങ്ങൾക്ക് നേടാൻ പറ്റും. നിങ്ങൾ നല്ലപോലെ ഒന്ന് പഠിച്ചാൽ, അതേപോലെ തന്നെ ഫിസിക്കലും ചെയ്യുകയാണെങ്കിൽ. ഇന്ത്യൻ ഇവിടെ കാര്യം പറഞ്ഞാൽ സ്റ്റേജ് 1ലും സ്റ്റേജ് 2ലും റിട്ടേൺ എക്സാം ഉണ്ട്. സ്റ്റേജ് 1 ജസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി. സ്റ്റേജ് 2ൽ നിങ്ങൾ എത്ര മാർക്കാണോ സ്കോർ ചെയ്യുന്നത് അതനുസരിച്ചാണ് നിങ്ങളുടെ ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 6 മാസത്തിനുള്ളിൽ നേവിയുടെ യൂണിഫോം വേണോ? പഠിച്ചു തുടങ്ങിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആനന്ദ് ഡിഫൻസ് അക്കാഡമിയിൽ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകളും ഫിസിക്കൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നേവി SSR, MR, മെഡിക്കൽ അസിസ്റ്റൻറ്റ് ഈ 3 ട്രേഡിൻ്റെയും പ്രോപ്പർ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കുന്നതായിരിക്കും. +2 ബേസ് ക്ലാസ്സുകളും 10th ബേസ് ക്ലാസ്സുകളുമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ അറിയേണ്ട അപ്ഡേറ്റ് ആണ് സെലക്ഷൻ പ്രോസസ്. നോക്കൂ കുട്ടികളെ, സ്റ്റേജ് 1ൽ റിട്ടേൺ എക്സാം ആണ്. ഇത് ഓൺലൈൻ ആണ് കേട്ടോ കുട്ടികളെ. ഓൺലൈനാണ് നിങ്ങൾ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. എക്സാം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ഷോർട്ട് ലിസ്റ്റ് വരുന്നതായിരിക്കും, നിങ്ങൾ ക്വാളിഫൈ ആയെന്നും പറഞ്ഞിട്ട്. അതിനുശേഷം സ്റ്റേജ് 2 ആണ്. സ്റ്റേജ് 2ൽ സ്റ്റാർട്ടിങ്ങിൽ ഫിസിക്കലാണ്, അതിനുശേഷം പിന്നെ റിട്ടേൺ എക്സാം ഉണ്ട്, പിന്നെ മെഡിക്കലാണ്. ഇതാണ് സ്റ്റേജ് 2ലെ പ്രോസസ്സ് എന്ന് പറയുന്നത്. സ്റ്റേജ് 2ൽ റിട്ടേൺ എക്സാം ഓൺലൈൻ അല്ല, ഓഫ്ലൈൻ മോഡാണ്. ഓഫ്ലൈൻ മോഡിൽ നിങ്ങളവിടെ എക്സാം ഉണ്ട്. എക്സാമിന് മുന്നേ തന്നെ ഫിസിക്കലുണ്ട്. ഫിസിക്കൽ പാസ്സായാൽ പിന്നെയാണ് എക്സാം വരുന്നത്. അതിനുശേഷമാണ് മെഡിക്കൽ വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സ്റ്റേജ് 3 എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് അപ്ഡേറ്റുമാണ്. ഇതാണ് നേവിയുടെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈസി ആയിട്ട് പഠിച്ചാൽ ഈസി ആയിട്ട് ജോലി നേടാൻ പറ്റും. കട്ട് ഓഫ് അറിയണോ? പേടിക്കേണ്ട. ഇതേ സെയിം ചാനലിൽ തന്നെ മുൻ വർഷങ്ങളിലെ കട്ട് ഓഫിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നേവി SSRൻ്റെയും MRൻ്റെയും മെഡിക്കൽ അസിസ്റ്റൻ്റെയും ഡീറ്റെയിൽഡ് കട്ട് ഓഫ് വീഡിയോ. അപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നവർ ആ വീഡിയോ കൂടി കയറി കാണുക. നിങ്ങൾക്കറിയാൻ പറ്റും ഞാൻ ഇത്രയും മാർക്ക് സ്കോർ ചെയ്യണം എങ്കിൽ എനിക്ക് സെലക്ഷൻ കിട്ടുന്നതായിരിക്കും.
എന്നൊക്കെ. എന്നാലൊന്ന് റഫായിട്ട് ഞാൻ പറയാൻ നോക്കൂ കുട്ടികളെ. ഇപ്പോൾ SSRൻ്റെ കാര്യം പറഞ്ഞാൽ 100 മാർക്കിൽ ഒരു 19 മാർക്ക് അല്ലെങ്കിൽ ഒരു 18 മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റത്തില്ലേ? സ്റ്റേജ് 1 നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഇനി SSRൻ്റെ സ്റ്റേജ് 2 പറയുകയാണെന്നുണ്ടെങ്കിൽ 100 മാർക്കിൽ നിങ്ങൾക്ക് ഒരു 36 to 43 മാർക്സ് ഇടയിൽ സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. ഈസി ആയിട്ട് നിങ്ങൾക്ക് പറ്റും. കാരണം സ്റ്റേജ് 2 നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അപ്പോൾ കുറച്ചൊന്ന് പഠിച്ചാൽ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫോളോ ചെയ്യുക. ഇത്രയും അപ്ഡേറ്റ് ഒക്കെ ഓൺലി ആന ഡിഫൻസ് അക്കാഡമിയുടെ ചാനലിൽ നിന്ന് മാത്രമാണ് ലഭിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നിങ്ങൾക്ക് സെലക്ഷൻ പ്രോസസ്സ് മനസ്സിലായല്ലോ കുട്ടികളെ. ഇനി നമുക്ക് SSRൻ്റെ എക്സാം അപ്ഡേറ്റഡ് കാര്യങ്ങൾ നോക്കാം. ടോട്ടൽ ക്വസ്റ്റ്യൻ 100 വരാൻ പോകുന്നത്. എക്സാം ടൈപ്പ് ഓൺലൈൻ ആണ് സ്റ്റാർട്ടിങ്ങിൽ, പിന്നെയാണ് ഓഫ്ലൈൻ മോഡ് വരുന്നത്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഡ്യൂറേഷൻ 60 മിനിറ്റ്സ് ആണ്. 1 അവറിൻ്റെ എക്സാം ആണ്. മാത്സിന് 25 ക്വസ്റ്റ്യൻ വരും, ഇംഗ്ലീഷ് 25, സയൻസ് 25, GK 25. നെഗറ്റീവ് മാർക്കിംഗ് 0.25 ആണ്. സ്റ്റേജ് 1 മാത്രമേ നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളൂ. ഇനി നമുക്ക് MRൻ്റെ അപ്ഡേറ്റ് നോക്കാം. നോക്കൂ കുട്ടികളെ, MRൻ്റെ ടോട്ടൽ 50 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. എക്സാം ടൈമോ 30 മിനിറ്റ്സ് മാത്രമാണ്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും എക്സാം എഴുതാവുന്നതാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. ടോട്ടൽ മാർക്ക് 50 ആണ്. മാത്സിൽ നിന്ന് 12 ക്വസ്റ്റ്യൻ, സയൻസിൽ നിന്ന് 13, GKയിൽ നിന്ന് 25 ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് 50 മാർക്ക് വരുന്നത്. ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് 0.25 ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഐ ഹോപ്പ് ഒരു ഡൗട്ടും ഇനി നിങ്ങൾക്കില്ലെന്ന്. നേവി SSR MRൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് ഫോം ഫില്ലിംഗ് കംപ്ലീറ്റ് ആയി, കറക്ഷൻ വിൻഡോ ക്ലോസ് ആയിട്ടുണ്ട്, എക്സാം ഡേറ്റും പറഞ്ഞു, സെലക്ഷൻ പ്രോസസ്സും പറഞ്ഞു. സെലക്ഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഏത് മാസമാണ് ട്രെയിനിങ് പോകുന്നത് ആ കാര്യം വരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇനി 1-2 പോയിന്റ് കൂടി ഉണ്ട്, അതുകൂടി നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. നോക്കൂ കുട്ടികളെ, PST അതായത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, അതുപോലെ തന്നെ PFT ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്. മെയിലിന് 1.6 കിലോമീറ്റർ 6 മിനിറ്റ് 30 സെക്കൻഡ് ഓടിയെത്തണം. ഫീമെയിൽ 8 മിനിറ്റ്. സ്ക്വാഡ്സ് 20, പുഷപ്പ് 15, സിറ്റപ്പ് 15, 10. ഇതാണ് PST ആൻഡ് PFT യൂണിറ്റിനകത്ത് വരുന്നത്. എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. ആൾറെഡി നിങ്ങൾ എന്തായാലും ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കാണും. ഇനിയും നിങ്ങൾ ചാൻസ് മിസ്സാക്കരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആന ഡിഫൻസ് അക്കാഡമി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കുട്ടികളെ. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്. പിന്നെ സ്റ്റാർട്ടിങ്ങിലേ പറയാം, മുൻ വർഷങ്ങളെ അപ്ഡേറ്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എല്ലായിടത്തും പറയുന്ന കണക്ക് എന്താണ്, നല്ലപോലെ എവിടെയാണ് ക്ലാസ്സുകൾ കിട്ടുന്നത് അവിടെ ജോയിൻ ചെയ്യുക പരമാവധി. പ്രോപ്പർ ക്ലാസ് ആണ്, നേവി ബേസ്ഡ് ക്ലാസ്സുകളാണ് ലഭിക്കാൻ പോകുന്നത്. ഡെയിലി ക്ലാസ്സുകൾ, ഡീറ്റെയിൽ സ്റ്റഡി മെറ്റീരിയൽ, ഡെയിലി പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്, മോക്ക് ടെസ്റ്റ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. SSR 4000, MR 2500, MA 4000. MAയുടെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. MA എന്ന് പറഞ്ഞാൽ മെഡിക്കൽ അസിസ്റ്റൻറ്റ്, അതൊരു പെർമനൻറ്റ് ജോബാണ്. അതിൻ്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ടൈം ഒട്ടും ലേറ്റ് ആക്കരുത്. ഇനി വെറും 30 to 33 ഡേയ്സ് മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ സിലബസും കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണം. ക്ലിയർ? ഒരൊറ്റ എക്സാം ആണ്, 2 ഇൻടേക്കിലേക്ക് നിങ്ങൾക്ക് ചാൻസ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ. ഫൈനലി കുട്ടികളെ, ഡിഫൻസിൻ്റെ എല്ലാ അപ്ഡേറ്റഡ് കാര്യങ്ങൾ അറിയാൻ ആന ഡിഫൻസ് അക്കാഡമിയുടെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ആന ഡിഫൻസ് അക്കാഡമിയുടെ നേവി SSR MR MAയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ കോളും ചെയ്യാവുന്നതാണ്. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ തന്നെ കാണാം. 2026 നേവി SSR MR MAക്ക് തിരഞ്ഞെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ബെസ്റ്റ് വിഷസ്. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.